അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ അപ്പവും നമ്മൾ സാമ്പാറുമാണ് വെച്ചിരുന്നത്. അങ്ങനെ അപ്പവും സാമ്പാറും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചു. മോൻ കരാട്ടയ്ക്ക് പോയിരിക്കുകയാണ്. പിന്നെ പോയി രാവിലെ മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നല്ല സൂപ്പർ മത്തിയാണ്, നല്ല ഫ്രഷ് മത്തി, നല്ല പച്ച മത്തിയാണ്. ഞാൻ അങ്ങനെ മത്തിയൊക്കെ ആയിട്ട് നേരെ കണ്ടിക്കാനായിട്ട് പോയി. ഈ മത്തിയിട്ട് മാങ്ങയിട്ട് കറി വെക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ മത്തിയൊക്കെ കണ്ടിച്ചെടുത്ത് നല്ല ഉപ്പിട്ടത് ഉരച്ച് കഴുകണം. കഴുകി നല്ല അവസാനത്തെ വെള്ളം കണ്ണീര് പോലെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മീൻ അത്രയും കഴുകിയത് എനിക്ക് മനസ്സിന് ഒടിക്കത്തുള്ളൂ. പിന്നെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉള്ളി എല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് പേസ്റ്റാക്കി അതുകൊണ്ട് നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. മൺചട്ടിയിലോട്ട് വെച്ചു. പിന്നെ ഒന്നും കൂടെ വെള്ളത്തിലൊന്ന് മീൻ കഴുകിയെടുത്തു. ഇതിന് എൻ്റെ ഉമ്മ പണ്ട് കറി വെക്കുന്ന കണക്കാണ് ഇന്ന് ഞാൻ കറി വെക്കുന്നത്. ഉമ്മ ആദ്യമേ മീനൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്ത് അരപ്പൊക്കെ ഇട്ട് നേരെ ഡയറക്റ്റായിട്ട് അടുപ്പിലോട്ട് വെക്കുമായിരുന്നു. അന്നൊക്കെ അടുപ്പിലായിരുന്നു വേവിച്ചിരുന്നത്, ഇന്നിപ്പോൾ ഗ്യാസിനകത്താണെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരെ ഈ ചട്ടിയിലോട്ട് മീനും അരപ്പുമൊക്കെ ആക്കി പിന്നെ ബാക്കിയിരുന്ന മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് അടുപ്പയിലോട്ട് വെച്ചു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന 2 കരട്ടിമാങ്ങയാണ്. കരട്ടിമാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, നമ്മളെ നാട്ടുമാങ്ങ. ഇതില്ല ചെറുത്, പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിൽ നല്ല പുളിയുമാണ്. 2 ചെറിയ മാങ്ങ എടുത്ത് തക്കാളി, പച്ചമുളക്, ഉപ്പ്, പുളിവെള്ളം, ഈ ശകലം പുളിവെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ടെങ്കിലേ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ ഞാൻ അതൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ട് ശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് അരപ്പ് ചേർത്ത് പിടിപ്പിച്ച് വെച്ചിരുന്ന മത്തി അതിനകത്തോട്ടിട്ട് വറക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് എങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എല്ലാവർക്കും എൻ്റെ പാചകവും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ആവുന്നവർ എൻ്റെ വീഡിയോ കയറി കാണാൻ മറക്കരുത്. പിന്നെ നോക്കിയപ്പോൾ നല്ല മീൻകറിയൊക്കെ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ചട്ടി ഒന്ന് കറക്കി കൊടുത്തു. കാരണം എല്ലായിടത്തും ഈ എണ്ണ പിടിച്ച് മീൻ മുരിഞ്ഞൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചട്ടി ഒന്ന് കറക്കി കൊടുത്തു. അന്നേരം കൊണ്ട് നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വഴുതനങ്ങയും വെണ്ടയ്ക്കായും ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കറിയൊക്കെ നല്ല സെറ്റായി വന്നു. അടിപൊളി കറിയാണ്. വറ്റിച്ചാണ് എടുത്തത്. പിന്നെ ഒരു പാനടുപ്പയിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർന്ന് അത് പാനിലോട്ട് തട്ടിയിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തോട്ട് ഇടുമ്പം തന്നെ ഈ വെണ്ടയ്ക്കയുടെ കൊഴുപ്പിറങ്ങുമ്പം ഈ ചട്ടിയൊക്കെ നല്ലോണം അങ്ങ് ഡ്രൈ ആയി പോവും. അങ്ങനെ ഞാൻ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, ഒരു തുള്ളി മുളക് പൊടി ഇതിനകത്ത് ചേർത്തു. പിന്നെ ഒരു മുട്ട പൊരിച്ച് വെച്ചിരുന്നു, അത് ഞാൻ കഷ്ണമാക്കി അതിനകത്തോട്ടിട്ടു. നല്ല സൂപ്പർ ഇങ്ങനെ ഈ മുട്ടയും കൂടെ ആകുമ്പോൾ എല്ലാവരും കഴിച്ചോളും. പക്ഷെ മുട്ട കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ചോറിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് മാത്രം മതിയായിരിക്കും. അങ്ങനെ അമ്മാതിരി ഒരു ഇടിവെട്ട് മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ അത് ഞാനൊരു തക്കാളിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. നല്ല കളർഫുള്ളായിട്ടുണ്ട്. കളർഫുള്ള് മാത്രമല്ല ഇടിവെട്ട് ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ ചോറ് വിളമ്പി. ഉണ്ണാൻ സമയം 1 മണിയായി. അന്നേരം ചോറ് വിളമ്പി. ഒരു 2 കിണ്ണം ചോറിട്ടു. പിന്നെ നല്ലോണം മത്തി മാങ്ങയിട്ട് വറ്റിച്ച് ആ മാങ്ങയുടെ അണ്ടി ഉൾപ്പെടെ ഞാൻ എടുത്തു വെച്ചു. കാരണം അത് കൂട്ടി ചോറുണ്ണാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതും എടുത്ത് വെച്ചു. നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന മുട്ടത്തോരനും നമ്മളെ മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക എല്ലാം കൂടെ ചേർത്ത്, മുട്ടയെല്ലാം കൂടെ ചേർത്ത് മെഴുക്ക് പുരട്ടി എടുത്ത് വെച്ചു. പിന്നെ രാവിലത്തെ സാമ്പാർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാമ്പാറും എടുത്തു ഞാൻ. പിന്നെ ഒരു 2-3 മീൻ വറുത്തതും കൂടെ എടുത്തു. കാരണം 7-8 എണ്ണം പൊരിച്ചല്ലോ, അന്നേരം പിന്നെ നമുക്ക് 2-3 എണ്ണമൊക്കെ എടുക്കാം. ഞാനങ്ങനെ 2-3 എണ്ണം എടുത്തു. എങ്കിലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കയറി കാണണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം. എങ്കിൽ ഇത്രയേ ഉള്ളൂ. ടാറ്റ, അസ്സലാമു അലൈക്കും. ഉച്ചയൂണ് എനിക്ക് റാഹത്തായി, നിങ്ങൾക്കെല്ലാം ഉച്ചയൂണ് റാഹത്തായെന്ന് വിശ്വസിക്കുന്നു.